my channel. ഇന്ന് നമ്മൾ ക്ലാസ് 10ന്റെ ട്രിഗണോമെട്രിയുടെ സെക്കൻഡ് എക്സസൈസ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് ദി ഫോളോയിങ്. നമുക്കറിയാം ഇവാലുവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, ഫൈൻഡ് ദ വാല്യൂ അല്ലേ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സൈൻ 60 ഡിഗ്രി കോസ് 30 ഡിഗ്രി പ്ലസ് സൈൻ 30 ഡിഗ്രി കോസ് 60 ഡിഗ്രി. നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ എല്ലാം വാല്യൂസ് കാണാതെ പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം, സൈൻ 60 ഡിഗ്രി എത്രയാണെന്ന് നോക്കാം. നമുക്കറിയാം സൈൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് √3/2 ആണ്. ഇൻറ്റു കോസ് 30 ഡിഗ്രി, കോസ് 30യും സൈൻ 60യും ഒരേ വാല്യൂ ആണ് √3/2 പ്ലസ് സൈൻ 30 ഡിഗ്രി, സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് 1/2 ആണ്. കോസ് 60 ഡിഗ്രി എന്ന് പറയുന്നതും 1/2 ആണ്. സോ √3 into √3 3 divided by 2 into 2 4 plus 1 into 1 1 divided by 2 into 2 4. That is equal to, നമുക്കറിയാം ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുക. 3 plus 1 is 4. 4/4 that is equal to 1. Then second question നോക്കാം. Second question ഇതാണ്, 2 tan square 45 plus cos square 30 minus sin square 60. എന്താണ് tan 45 എന്ന് നമുക്കറിയാം. tan 45 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നോക്കാം, 2 into tan 45 1 ആണെങ്കിൽ tan square 45 is 1 square plus നമുക്കറിയാം cos 30 എന്ന് പറയുന്നത് √3/2 ആണ്. അങ്ങനെയാണെങ്കിൽ cos square 30 എന്ന് പറഞ്ഞാൽ √3/2 the whole square minus sin square 60, sin 60 എന്ന് പറയുന്നത് നമുക്കറിയാം √3/2 ആണ്. അങ്ങനെയാണെങ്കിൽ sin square 60 എന്ന് പറയുന്നത് √3/2 ആണ്, the whole square ആണ്. That is equal to 2 into 1 2 plus √3യുടെ സ്ക്വയർ 3 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, മൈനസ് √3യുടെ സ്ക്വയർ 3 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്. നമുക്കറിയാം ഒരു പ്ലസ് 3/4 ഉണ്ട്, ഒരു മൈനസ് 3/4 ഉണ്ട്. രണ്ടും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് കിട്ടും? ആൻസർ ഈസ് 2. മനസ്സിലായല്ലോ? തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, കോസ് 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ സീക് 30 ഡിഗ്രി പ്ലസ് കൊസീക് 30 ഡിഗ്രി. നമുക്കറിയാം കോസ് 45 എന്ന് പറയുന്നത് 1/√2 ആണ്. എന്താണ്? 1/√2 ഡിവൈഡഡ് ബൈ സീക് 30 എന്ന് പറയുന്നത് കോസിന്റെ റെസിപ്രോക്കൽ ആണ്. നമുക്കറിയാം 2/√3 ആണ്. പ്ലസ് കൊസീക് 30 എന്ന് പറയുന്നത് നമുക്കറിയാം 2 ആണ്. That is equal to 1/√2 divided by, ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് LCM എടുക്കാനുണ്ട് അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. 2 plus 2√3 divided by √3 എന്ന് എഴുതാം. നമുക്കറിയാം രണ്ട് ഫ്രാക്ഷൻസുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വന്നിരുന്നാൽ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ, ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ. സോ 1/√2 into 2 plus 2√3/√3 യുടെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് √3 divided by 2 plus 2√3 എന്നാണ്. That is equal to √3 divided by √2 into 2 plus 2√3 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ റാഷണലൈസ് ദ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാം, റൂട്ട് അങ്ങ് മാറ്റിക്കളയാം. ഇങ്ങനെ എഴുതിയാലും ആൻസർ സെയിം തന്നെയാണ്. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സൈൻ 30 ഡിഗ്രി പ്ലസ് ടാൻ 45 ഡിഗ്രി മൈനസ് കൊസീക് 60 ഡിഗ്രി ഓൾ ഡിവൈഡഡ് ബൈ സീക് 30 ഡിഗ്രി പ്ലസ് കോസ് 60 ഡിഗ്രി പ്ലസ് കോട്ട് 45 ഡിഗ്രി. നമുക്കറിയാം സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് 1/2 ആണ്, പ്ലസ് ടാൻ 45 എന്ന് പറയുന്നത് 1 ആണ്, കൊസീക് 60 എന്ന് പറയുന്നത് 2/√3 ആണ്, ഡിവൈഡഡ് ബൈ സീക് 30 എന്ന് പറയുന്നത് 2/√3 ആണ്, പ്ലസ് കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്, പ്ലസ് കോസ് 45 എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1 എന്ന് പറയുന്നത് നമുക്കറിയാം 3/2 ആണ്, മൈനസ് 2/√3 ഡിവൈഡഡ് ബൈ 2/√3 പ്ലസ് 1/2 പ്ലസ് 1 എന്ന് പറയുന്നത് 3/2 ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ? ന്യൂമറേറ്റേഴ്സ് നോക്കാം. 3 into √3 minus 2 into 2 4 divided by 2√3 whole divided by 2 into 2 4 plus 3√3 divided by 2√3. നമുക്കറിയാം 2√3 2√3 ക്യാൻസൽ ആവും, ബാക്കി 3√3 minus 4 divided by 4 plus 3√3 എന്ന് എഴുതാം.
മനസ്സിലായല്ലോ? വേണമെങ്കിൽ നമുക്ക് റാഷണലൈസ് ചെയ്യാൻ ഡിനോമിനേറ്ററിനെ ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് നോക്കാം ഇതിന്റെ ഡിനോമിനേറ്ററിനെ എങ്ങനെയാണ് റാഷണലൈസ് ചെയ്യുന്നത്. റാഷണലൈസ് ദ ഡിനോമിനേറ്റർ. റാഷണലൈസ് ദ ഡിനോമിനേറ്റർ. 3√3 minus 4 divided by 4 plus 3√3 ആണ്. ഇതിന്റെ കോൺജുഗേറ്റ് മീൻസ് 4 minus 3√3 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വൽ ടു 3√3 minus 4 into 4 minus 3√3 എന്ന് ന്യൂമറേറ്റർ വരും. ഡിനോമിനേറ്റർ നോക്കുക, a plus b into a minus b. ഐഡന്റിറ്റി ആണ് a square minus b square. 4 square minus b square എന്ന് പറയുന്നത് 3 square root 3 square. That is equal to 3√3 minus 4 into 4 minus 3√3 divided by 4 into square 16, 3 the square 9, root 3 the square 3. That is equal to 3√3 minus 4 into 4 minus 3√3 divided by 16 minus 27. നമുക്ക് ന്യൂമറേറ്റർ നമുക്കൊന്ന് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. നോക്കുക, 3√3 into 4, 3√3 into 4 minus 3√3 into 3√3 minus 16 plus 4 into 3√3 ന്യൂമറേറ്റർ ആണ്. ഡിവൈഡഡ് ബൈ 16 minus 27 എത്ര കിട്ടും? -11. That is equal to 3√3 into 4, 12√3. ഇതെന്ത് വരും? 3 into 3 9, 9 √3 into √3 3 minus 16 plus 12√3 എന്ന് വരും. Divided by -11. That is equal to 12√3 minus 27 minus 16 plus 12√3 എന്ന് വരും. Divided by -11. നമുക്കറിയാം 27ഉം -16ഉം കൂടെ ആഡ് ചെയ്താൽ 43 എന്ന് വരും അല്ലേ? സോ ഇതെത്ര വരും? 24√3 minus 43 divided by -11. നമുക്ക് വേണമെങ്കിൽ ആ ഒരു മൈനസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ എടുത്തു കഴിഞ്ഞാൽ ക്യാൻസൽ ആയി പോകും. എന്ത് വരും? മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ -43 നിന്ന് 43 വരും. ഇതിനകത്തുനിന്ന് ഒരു മൈനസ് പുറത്തെടുത്താൽ 24√3 എന്ന് വരും. ഡിവൈഡഡ് ബൈ -11. മൈനസും മൈനസും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ആൻസർ ഈസ് 43 minus 24√3 divided by 11 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 5 cos square 60 plus 4 sec square 30 minus tan square 45 divided by sin square 30 plus cos square 30. നമുക്കറിയാം 5 into cos 60 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ cos square 60 എന്ന് പറയുന്നത് 1/2 ന്റെ സ്ക്വയർ ആണ്. പ്ലസ് 4 into sec 30 എന്ന് പറയുന്നത് നമുക്കറിയാം 2/√3 ആണ്. അങ്ങനെയാണെങ്കിൽ sec square 30 എന്ന് പറയുന്നത് 2/√3 യുടെ സ്ക്വയർ ആണ്. അടുത്തത് tan 45 ആണ്. tan 45 എന്ന് പറയുന്നത് 1 ആണ്. tan square 45 എന്ന് പറയുന്നത് 1 സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ sin square 30. sin 30 എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 ന്റെ സ്ക്വയർ പ്ലസ് cos 30 എന്ന് പറയുന്നത് √3/2 ആണ്. √3/2 ന്റെ സ്ക്വയർ ആണ്. That is equal to 5 into 1/2 ന്റെ സ്ക്വയർ 1/4 plus 4 into 2 ന്റെ സ്ക്വയർ 4 √3 യുടെ സ്ക്വയർ 3 minus 1 all divided by 1/4 plus 3/4. ഡിനോമിനേറ്റർ നമുക്കറിയാം. ന്യൂമറേറ്റർ 5 into 1 5/4 plus 16/3 minus 1 divided by ഡിനോമിനേറ്റേഴ്സിന്റെ ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റേഴ്സ് ലൈക്ക് ഫ്രാക്ഷൻ ആണ്. സോ അതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ 4/4 എന്ന് എഴുതാം. നമുക്കറിയാം 4/4 എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് ഡിനോമിനേറ്റർ 1 ആയി പോകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4 plus 16/3 minus 1 എന്ന് വരും. ഡിനോമിനേറ്റർ 4/4 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എൽസിയം എടുക്കാം. ഇവിടുത്തെ എൽസിയം എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഇവിടെ എന്ത് വരും? 5 into 3 എന്ന് വരും, 4 into 3 എന്ന് വരും. ഇവിടെ 16 into 4 എന്ന് വരും, 3 into 4 എന്ന് വരും അല്ലേ? മൈനസ് ഇവിടെ എന്ത് വരും? ഒരു 12/12 എന്ന് വരും അല്ലേ? 1 എന്ന് തന്നെ വരും. സോ എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ നോക്കാം.
12 64/12 minus 12/12. നോക്കുക, ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണ്, ന്യൂമറേറ്റേഴ്സ് പരസ്പരം ആഡ് ചെയ്യുക. That is equal to 15 ഉം 64 ഉം കൂടെ ആഡ് ചെയ്താൽ 79 ആണ്. 79 minus 12/12. That is equal to 67/12. ആൻസർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 67/12.